ഹലോ മക്കൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ND സ്കാൻ ചെയ്യാൻ പോയതാണ് കേട്ടോ. കിൻഡർ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നത്. ഡോക്ടർ സ്മിത പ്രതീഷ് മാമിനെയാണ് കേട്ടോ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കാനിങ് ഡേ ആയിരുന്നു. അപ്പോൾ ND സ്കാൻ ചെയ്യാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. കുറേ ടൈം ഞങ്ങളവിടെ ഇരുന്നിട്ടോ. ഞങ്ങളൊരു 5 മണിക്ക് പോയി കുറേ ഡിലേ ആയി. അപ്പോൾ ND സ്കാനൊക്കെ കഴിഞ്ഞ് വന്നു. ND സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡബിൾ മാർക്കറിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കയറിയിരിക്കുകയാണ്. എനിക്ക് ഇത്ര നാളായിട്ടുണ്ടെങ്കിലും ഒരുപാട് ഇഞ്ചക്ഷൻസൊക്കെ എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും പേടി മാറിയിട്ടേ ഇല്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. എനിക്കിപ്പോഴും പേടിയാണ് സൂചി കാണുമ്പോൾ. അതെനിക്ക് പെയിനും എടുക്കാറുണ്ട്. അതെന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് പിന്നെ മിക്കപ്പോഴും ഞരമ്പ് കിട്ടാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് അങ്ങനെ ട്രോമ കിട്ടിയിട്ടുണ്ട്. ഞരമ്പ് കിട്ടാതെ കുത്തുക വീണ്ടും എടുക്കുക അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ആയുധങ്ങളുമായിട്ട് സിസ്റ്റർജി വന്നു. ആയുധങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഹാവോ എന്നൊരു സാധനം അങ്ങ് വരും ഗൈസ്. എന്തായാലും കുത്തൊക്കെ കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. കിൻഡർ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവിടുത്തെ സർവീസും നമ്മളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് നല്ല വോമിറ്റിംഗ് ഇഷ്യൂസ് ഉള്ള കണ്ടീഷനാണ് കേട്ടോ. എനിക്കിപ്പം 4th month ആയെങ്കിലും എനിക്ക് വോമിറ്റിംഗ് അങ്ങനെ മാറിയിട്ടില്ല. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് 3 മാസം കഴിയുമ്പോൾ കുറയും എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു ആശ്വാസത്തിലാണ് ഞാനിരുന്നത്. 3 മാസം കഴിഞ്ഞിട്ടും സാധനം കുറയുന്നില്ല ഗൈസ്. നല്ല രീതിയിൽ വോമിറ്റിംഗ് ആണ്. ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഞാൻ പണ്ട് വിചാരിച്ചത് കഴിക്കുക, തിന്നെ കിടന്നുറങ്ങുക അതായിരിക്കും നല്ല സുഖമായിരിക്കും പ്രഗ്നൻസി ജേണി എന്നാണ്. അനുഭവിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അമ്മയ്ക്കൊക്കെ സ്തുതി പറയുന്നു ഗൈസ്. എന്തായാലും ഞാൻ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിറങ്ങി. കിൻഡർ ഹോസ്പിറ്റലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് മൈൻഡും നോക്കി അല്ലാതെയൊക്കെ നമ്മൾ കുറേ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ അവർ പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. മോം ടു ബി നടത്തുക, അല്ലെങ്കിൽ നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ആൾക്കാരുടെയും ചിരിയും നല്ല ഇതാട്ടോ. ഞാൻ പിന്നെ റിപ്പോർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുഞ്ഞുബാവേൻ്റെ ഫോട്ടോ കണ്ടത് സ്കാനിങ്ങിൻ്റെ ആ ഒരു പേപ്പറിൽ. അതാണ് എൻ്റെ റിയാക്ഷൻ പെട്ടെന്ന് മാറിയത്. അപ്പോൾ എന്തായാലും ഞാൻ കുഞ്ഞാവനൊക്കെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ വയറ്റിലൊരു ജീവൻ ഇങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ അത് ഫീൽ ചെയ്യുന്നത് വല്ലാത്തൊരു ഇതാട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടനും ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ കയറിയത് സന്ധ്യയ്ക്കാണെങ്കിൽ ഇറങ്ങിയപ്പോൾ രാത്രിയായി ഗൈസ്. നല്ല രീതിയിൽ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങ് പോന്നു. പിന്നെ നമ്മുടെ റോഡൊക്കെ അത്ര നല്ല കണ്ടീഷനിലായതുകൊണ്ടും നമുക്കങ്ങനെ പതുക്കെ പോകാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്തായാലും പതുക്കെയാണ് വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നത്. എന്നാലും ഹോൺ അടിക്കും. നമ്മൾ എത്ര ഒതുങ്ങി ഓടിച്ചു കൊടുത്താലും അവർക്ക് പോകാൻ വഴിയുണ്ടെങ്കിൽ പോലും നിർത്തി തെറി വിളിക്കാറുണ്ട്. കൂടുതലും ഓട്ടോക്കാരാണ് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടപ്പള്ളി പള്ളിയിലെ അലങ്കാരങ്ങളൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചെത്തി. ബൈ.